ഫൈനലായിട്ട് സഫാർ ഞാൻ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ചെറുപ്പത്തിലെ വരക്കുന്ന പരിപാടി. ഓക്കെ, എനിക്ക് വരക്കുന്ന പേപ്പറിൽ വരക്കും അത്യാവശ്യം, പേപ്പറിൽ വരക്കും. വേറെ വീഡിയോ ആർട്ടിസ്റ്റ് ആണ്. വേറെ വീഡിയോ ഒന്നുമില്ല. അതായത് ടാബില്ല, ലാപ്പിൽ വരക്കുന്ന അറിയില്ല. പിന്നെ എന്താ, പണ്ട് ചെറുപ്പത്തിൽ പങ്ങളൊരു HP ലാപ്പ് വാങ്ങിയ ടൈമിൽ അതിലത്തെ ഇതില്ലേ വിൻഡോസ് പെയിന്റ്, അത് പെയിന്റിൽ എന്തെങ്കിലും വരച്ചു. അല്ലാതെ വേറെ വരക്കാൻ ഡിജിറ്റൽ ഡ്രോയിങ്ങും പരിപാടി ഒന്നും ഇല്ല. കമ്പ്യൂട്ടറായിട്ട് ബന്ധമുണ്ട് സ്കൂളിൽ നിന്നുള്ള മറ്റേ ഗെയിം കളിക്കുന്ന പരിപാടി, അതേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ള ബോധമില്ല. വരക്കും, പിന്നെ വരക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഫഷൻ മതി എന്നുള്ള അറിയാം. അങ്ങനെ ഇതിന്റെ ഒരു ടെക്നിക്കൽ വശത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. +2 ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ വരെ ഒന്നും ഒരു ബോധമില്ല ഇതിനെ പറ്റി. ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ സെക്കൻഡ് ഇയർ ആയ ടൈമിലാണ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങുന്നത്. കൊറോണയിൽ ഒരു കൊല്ലം പോയി ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയ ടൈമിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റാണ് പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ജേർണലിസ്റ്റിന് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ലേഔട്ട് എന്താണെന്നുള്ളത് പഠിപ്പിച്ചെന്ന്. ന്യൂസ് പേപ്പറിൻ്റെ ലേഔട്ട് പറഞ്ഞിട്ട് അതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. 8 കോളം ആയിരിക്കും, 8 എണ്ണമായിട്ടായിരിക്കും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഗ്രിഡ് അല്ല, ടെക്സ്റ്റ് ചെയ്തത് 8 കോളത്തിലായിരിക്കും ടെക്സ്റ്റ് ഉണ്ടാവുക. പേപ്പർ ഇങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, 8 ഇതിലുണ്ടാവുക. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയില്ല. ലേഔട്ട് ഞാൻ കേട്ട്. അപ്പോൾ ഈ പരിപാടിൻ്റെ പേര് ലേഔട്ടാണ്. ഇതിൽ വൈറ്റ് സ്പേസ് ഉണ്ട്, കുറേ ടേംസ് ഉണ്ടായിരുന്നു. വൈറ്റ് സ്പേസ് ഗട്ടർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗട്ടർ വൈറ്റ് സ്പേസ് ഉണ്ട്, 2 ടെക്സ്റ്റ് ചെയ്ത് 2 കോളത്തിന്റെ നടുവുള്ള സ്പേസ് ഗട്ടർ എന്നൊക്കെ പറയും. വൈറ്റ് സ്പേസിന് ഗട്ടർ എന്നൊക്കെ പറയും. അങ്ങനെ കുറെ ടെക്നിക്കൽ ടേംസും ഈ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് പ്രൊജക്റ്റ് വന്നത് ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കുക, കോളേജിന് വേണ്ടിയിട്ട് ഒരു മാഗസിൻ ഉണ്ടാക്കുന്ന പോലെ. ജേർണലിസം സ്റ്റുഡൻസ് അല്ലേ, ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഉണ്ടാക്കിക്ക് പറഞ്ഞു. 4 ടീമാക്കിയിട്ട് തിരിച്ച് ഓരോന്നിലിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വരക്കുന്നതെന്നുള്ള പേര് കോളേജിലുള്ളത് കൊണ്ട് ഇന്നെ ടീച്ചർ വിളിച്ചിട്ട് ഇന്നെ ഡിസൈനറാക്കി. നീ ഡിസൈനറാ, പേപ്പർ ടീമിന്റെ ഡിസൈനർ എന്നല്ല, ലേഔട്ട് ഡിസൈൻ സഫാൻ. ഓരോരുത്തർ അതായത് ഒരാള് റിപ്പോർട്ട് ചെയ്യാൻ പോവാ, ഒരാൾ എഡിറ്റർ മീൻസ് എഴുതിയിട്ടുള്ള ആ എഡിറ്റർ, ന്യൂസ് പേപ്പറിലെ എഡിറ്റർ ഉണ്ടാവില്ലേ, അത് ലേഔട്ട് സഫാൻ. ഇങ്ങനെയാണ് തന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ലേഔട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ എനിക്കറിയില്ല. ഞാൻ നല്ല മടി പിടിച്ചു. ഞാൻ അത് വരച്ചാൽ മതി എന്നുള്ള വിചാരിച്ചു, പേപ്പർ പോലെ ഇങ്ങനെ വരച്ച്. പക്ഷേ ഇതിൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. ഡിജിറ്റലി ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, ലേഔട്ട് എന്നാ പറഞ്ഞിട്ടുള്ളൂ. എന്തായതൊന്നും അറിയില്ല. കാരണം ഒരു കൊല്ലം ഞങ്ങൾ കോളേജായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഈ ലേഔട്ട് പറഞ്ഞിട്ട് ഇന്നെ അവിടെ ഏൽപ്പിച്ചു. ഇന്ന് എനിക്ക് സംശയം ചോദിക്കാനുള്ള സ്കോപ്പൊന്നും ഇല്ല. ക്ലാസ്സിൽ വല്ലാണ്ട് ബന്ധമില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ എനിക്കാണ് അഭിമാന പ്രശ്നമായി. ലേഔട്ട് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്ത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കൊടുക്കേണ്ടിയുള്ളത്. വരച്ചിട്ട് കൊടുക്കാനാണോ ഡിജിറ്റലി കൊടുക്കാനാണോ എന്ന് അറിയില്ല. ആകെ എന്തെങ്കിലും ലേഔട്ട് എന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ കണ്ടത് ക്യാൻവയിൽ മാത്രം. ഞാൻ അത്യാവശ്യം ക്യാൻവയിൽ സാധനങ്ങൾ അതിന് മുന്നേ ഈ ഒരു കൊല്ലം കൊറോണ പിടിച്ച കൊല്ലമില്ലേ, ആ കൊല്ലം നാട്ടിൽ വാപ്പ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഷോപ്പിന്റെ ബ്രാൻഡിങ് ബ്രാൻഡിങ് ആണെന്ന് അറിയില്ല, ഒരു പേര്, കുറച്ച് പോസ്റ്ററുകൾ. ഞാൻ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഇനാഗുറേഷന്റെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നിരത്തി ബ്രോഡ്കാസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. എന്നിട്ട് കുറെ ആൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, എന്താ സംഭവം കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എന്തോ ഒരു സാധനം എനിക്കറിയാം. ചെയ്യാൻ ആ സാധനമൊക്കെ ചെയ്ത പരിചയത്തിൽ ക്യാൻവയിൽ ലേഔട്ട് എന്നുള്ള സാധനം ഞാൻ കണ്ടിന്. അങ്ങനെ ലേഔട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് ഒരു ന്യൂസ് പേപ്പർ ഏകദേശം മനോരമയെല്ലാം നോക്കിയിട്ട് ഏകദേശം എങ്ങനെ ഉണ്ട് എന്നുള്ള സൈസിലെല്ലാം ഇട്ട്. ഈ 8 കോളം ആ പരിപാടി ഒന്നും എനിക്കറിയില്ല. കുറച്ച് 4 എണ്ണമൊക്കെ ആക്കി അങ്ങനെ ഇട്ട്. പക്ഷെ വിഷ്വലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ടീച്ചർക്ക് കൊണ്ടു കൊടുത്തു. ടീച്ചർ പേര് സ്നേഹ മിസ്സാണ്. ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സാധനം സ്നേഹ മിസ്സാണ് തന്നത്. അതായത് ഞാനത് കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ എനിക്കറിയാം നല്ല ഡൈപ്പ് കളിച്ചിട്ടാണല്ലോ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇങ്ങനൊന്നുമല്ല, ഫോർമാറ്റേ ഇങ്ങനല്ല, ഈ ടെക്സ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ലോറമിപ്സും ഒന്നും ഇടാനും അറിയില്ല. എൻ്റെ എന്തൊക്കെ അറിയോ, ഓരോ ലൈന് വരച്ചിട്ട് ഇങ്ങനെ ലൈൻ ഇങ്ങനെ കൊണ്ടുവരും. അതായത് Ctrl+D അടിച്ച് മറ്റേ കുറേ സാധനം കോപ്പി എടുക്കുന്ന പരിപാടി പോലും അറിയില്ല. ഓരോ ലൈൻ ഈച്ചൻ്റെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് അതും കുറേ കോളങ്ങൾ വരച്ചിട്ട് ഫോട്ടോ വെക്കുന്നിടത്ത് മറ്റേ ക്യാൻവയിൽ ഒരു സാധനം വരും, ഒരു പൂവ് മാത്രം ഉള്ളൊരു സാധനം വരും ലേഔട്ട്. ഈ സാധനം വെച്ചിട്ട് ടീച്ചർക്ക് കൊണ്ടുപോയി കാണിച്ചു. ടീച്ചർ പേഴ്സണലി അയച്ചു കൊടുത്തു. ഗ്രൂപ്പിലൊന്നും ഇട്ടില്ല, ഫ്രണ്ട്സിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ടീച്ചർക്ക് കൊടുത്ത് ടീച്ചർ ഇത് ഗ്രൂപ്പിലിട്ട് ഭയങ്കര ഹൈപ്പാക്കി, അടിപൊളി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. നല്ല രീതിയിൽ പ്രോത്സാഹിച്ചു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഉടായ്പാണെങ്കിലും കുഴപ്പമില്ല.
എന്നിട്ട് ടീച്ചർ പ്രോത്സാഹിപ്പിച്ച് ടീച്ചർ തന്നെ HOD-നോട് പറയാ, ടീച്ചർ തന്നെ എല്ലാവരോടും പറയാ സുഫാൻ ലേഔട്ട് അടിപൊളിയുള്ള സാധനങ്ങൾ പറഞ്ഞ് ഇന്നെ പേഴ്സണലി വിളിച്ചിട്ട് കുറെ മോട്ടറാക്കി. സ്വാഭാവികമായിട്ടും വീണ് ഓക്കെ ഇതാണ് എന്റെ പ്രൊഫഷൻ, ഞാൻ എന്റെ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ച് ജേർണലിസത്തിൽ ഞാൻ ലേഔട്ട് ഡിസൈൻ ചെയ്യുന്ന ആള്, അതാണ് എന്റെ ജോലി. ലേഔട്ട് ഡിസൈനർ. ഞാൻ ഉറപ്പ് ഡിസൈൻ എന്നുള്ള വീട് എപ്പോഴും അറിയില്ല, ലേഔട്ട് ഉണ്ടാക്കുന്ന ആള് ഞാനാണ്, എന്റെ ജോലിയാണ്. അങ്ങനെയാണ് എനിക്ക് ഇത് പ്രൊഫഷണലി, അതായത് ഫോട്ടോഷോപ്പ് ഇൻഡിസൈൻ എന്നൊക്കെ ഞാൻ കേട്ടിന്. അതായത് സ്വാഭാവികമായിട്ടും നമ്മളെ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഫോട്ടോഷോപ്പ് ഇൻഡിസൈനൊക്കെ ഒന്ന് തൊടിപ്പിക്കും, വല്ലാണ്ട് പോവില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യിപ്പിക്കും. അപ്പം എനിക്ക് ഒരു ലാപ്പ് വേണമെന്ന് തോന്നി. ഞാൻ എന്താക്കി അറിയാം, ഈ ടീച്ചർ എന്നെ അഭിനന്ദിച്ച സ്ക്രീൻഷോട്ട് അല്ല എൻ്റെ പെങ്ങക്ക് അയച്ചു കൊടുത്തു, ഉപ്പ അയച്ചു കൊടുത്തിട്ടില്ല, പെങ്ങക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഭയങ്കര മറ്റേ പാപ്പമാ BGM വരുമ്പോ ഇരിക്കൂല, പെങ്ങക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ മിണ്ടുന്നില്ല, ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുള്ളൂ, ഓൾ വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. ടീച്ചറാണെ കുറേ ഇതാണ്. അപ്പം ഇവളിങ്ങനെ വായിച്ചിട്ട് ഓള് തിരിച്ചു വെച്ചു എന്താ സംഭവം, ഞാൻ പറഞ്ഞു ലേഔട്ട് ഡിസൈനർ, കോളേജിലെ ഞാനാണ്. പെങ്ങള് എനിക്കറിയാം പെങ്ങളൊന്നാലും ഉപ്പാക്കുമ്മാക്ക് അയച്ചു കൊടുക്കുന്നുള്ളത്, കാരണം ഡിഗ്രി ചേർന്നിട്ട് ഫസ്റ്റ് അച്ചീവ്മെന്റ്സ് ആണ്. പെങ്ങൾ സ്വാഭാവികമായിട്ട് ഉമ്മാക്ക് അയച്ചു, ഉപ്പാക്ക് കാണിച്ചു. അപ്പൊ ഉമ്മ അപ്പളോ വിളിച്ചപ്പോ അങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാം, ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറെ അവാർഡ് വിന്നിങ് പരിപാടി. അങ്ങനെ ഇമോഷണലി ആണ് ലാപ്ടോപ്പ് മേടിപ്പിച്ച്. ലാപ്ടോപ്പ് മേടിച്ചിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് അറിയില്ല. പിന്നെ പ്രൊജക്റ്റും ഇല്ല, ഒന്നുമില്ല, ടീച്ചേഴ്സ് അസൈൻമെന്റ് ഒന്നും തരുന്നില്ല. മറ്റേത് ഫോണിലായത് ക്യാൻവ ഫോണില് ഇതിന്റെ അടുത്ത് ഒരു Oppo F7 ഉണ്ടായിരുന്ന ടൈമില് അതിലാണ് ചെയ്ത് ക്യാൻവ കംപ്ലീറ്റ് ചെയ്തത്. ഫോണിലാണ് എല്ലാവരും തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഗാഡ്ജറ്റിൽ ഒരു കുഴപ്പമുണ്ടായി. പക്ഷെ ഇപ്പൊ ഭയങ്കര പുച്ഛല്ലേ നിനക്ക് ക്യാൻവ? ക്യാൻവ പുച്ഛല്ല, പുച്ഛല്ലേ? എനിക്ക് നല്ല പുച്ഛാണ് ക്യാൻവ സ്കില്ല്. ടോപ്പാണ്, ക്യാൻവ AI ഒക്കെ കൊണ്ടുവന്നു ഇപ്പോ, ക്യാൻവ ടോപ്പാണ്. പക്ഷെ ക്യാൻവ ഒരാൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട്, അത് കണ്ടിട്ട് ലൈക്ക് അതന്നെ യൂസ്ഡ് ആയിട്ട് കറക്റ്റ് എന്താണ് ആ സാധനങ്ങൾ പഠിക്കണം എന്നില്ല, അതാണ്. പക്ഷെ എന്റെ ഭയങ്കര ഡിഫറെന്റാ, ഞാൻ ലാപ്ടോപ്പിലാണ് തുടങ്ങിയത്, കാരണം എന്റെ അടുത്ത് ഫോണില്ല. അതാണ് ഇപ്പൊ VN ഡിസൈൻ ഇതല്ല അല്ല ഇപ്പൊ VN ചെയ്യുന്നുണ്ടെങ്കിലോ VN കുറെ എഫക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് ഓൾറെഡി. എന്താണെന്നറിയോ, ഏത് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട് കിട്ടാൻ മതി, അത് അത്രേ ഉള്ളൂ, അത്രേ കണ്ടിട്ടുള്ളൂ. ഞാൻ ക്യാൻവയിലാണ് 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് ലാപ്ടോപ്പ് സത്യം പറഞ്ഞ ഡിസൈൻ ചെയ്യാനും പരിപാടി ഒന്നുമല്ല, എനിക്ക് GTA 5 കളിക്കണം. പക്ഷെ ഉപ്പാനോട് GTA 5 കളിക്കാൻ അപ്പോ ഉപ്പാനോട് ഞാൻ പറഞ്ഞ് ഇതാണ് പർപ്പസ്, ഞാൻ എന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ലാപ്ടോപ്പിലാണ്, എനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞാണ്. ഉപ്പ ഇങ്ങോട്ട് ചോദിച്ചാണ്. അപ്പൊ എനിക്കൊരു ഓപ്പൺ ചെയ്ത് കിട്ടി ആ ടോക്കിനുള്ള സ്പേസ്, റിക്വസ്റ്റ് ചെയ്ത് ലാപ്ടോപ്പ് കിട്ടി. എന്നിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഞാൻ തിരിച്ചു ഉപ്പ ഓക്കെ അടിക്കുന്ന പരിപാടി ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തു. ടീച്ചർ പറഞ്ഞുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പ് കിട്ടി, അപ്പൊ എനിക്ക് ഇനി പ്രോത്സാഹനങ്ങൾ തരണം എന്നുള്ള സാധനം പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിനുശേഷം സത്യം പറഞ്ഞ ഒരു ലേഔട്ടും പരിപാടിയും കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിൽ കഴിഞ്ഞു, ജേർണലിസ്റ്റ് അതിൽ തീർന്നു. എങ്ങനെ ഇല്ല, അപ്പൊ അങ്ങനെ ഫോളോ അപ്പ് എടുക്കുന്ന ആളാണ്. അപ്പൊ മേടിച്ചെന്ന് ഓൻ ആയിക്കോളെന്നുള്ള രീതിയിലായി. പിന്നെ ഇതേപോലെ തന്നെ സെക്കൻഡറി അസൈൻമെന്റ് വന്നെന്താ വെച്ചാൽ മാഗസിൻ ഉണ്ടാക്കുക. അതിലാണ് ഞങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ തുറക്കാൻ പഠിക്കുന്നത്. പക്ഷെ ഫോട്ടോഷോപ്പ് എനിക്ക് ആവശ്യം ഉണ്ടാകുന്ന പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാരണം കണ്ടത് മറ്റേതാണ് ക്യാൻവ. എനിക്ക് അതിൽ കുറേ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഷോപ്പിൽ എനിക്ക് ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. ഇത് വേറെന്തോ ഭയങ്കര പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന സാധനമാണ്, പേഴ്സണൽ യൂസിന് പറ്റിയ സാധനമല്ല. ഫോട്ടോഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേഴ്സണൽ യൂസിന് ഉള്ള സാധനമാണ് എൻ്റെ ബോധം. പക്ഷേ സാറ് പഠിപ്പിക്കുന്നത് ഈ മാഗസിൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് ഫോട്ടോഷോപ്പിലാണ്. അപ്പോൾ ഓക്കെ, ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി, എല്ലാവരും ഓപ്പൺ ആക്കുന്നുണ്ട്. മാഗസിൻ ഞാൻ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യലില്ല. പക്ഷേ ഈ മാഗസിൻ വന്നത് ഒരു ഇഷ്ടമുള്ള ടോപ്പിക്കിൽ ഒരു മാഗസിൻ ചെയ്യാം, പേഴ്സണലായിട്ട് ഗ്രൂപ്പ് ഒന്നല്ല, ഒറ്റക്കൊക്കെ ഇഷ്ടമുള്ള മാഗസിൻ ചെയ്യുക, ഇഷ്ടമുള്ള കണ്ടന്റ് എടുക്കുക, ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ എന്നുള്ള ടൈം അപ്പോഴും അറിയില്ല, ബട്ട് സ്റ്റിൽ എന്തോ ഇഷ്ടമുള്ള ലേഔട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഫോട്ടോഷോപ്പിൽ ചെയ്യണം. ടൂൾ പഠിപ്പിക്കാൻ തന്നെ ചെയ്യിപ്പിച്ച. പിന്നെ ഇത് ഞാൻ അതും ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇത് ചെയ്താലേ എനിക്ക് ആ തേർഡ് സെമ്മോ ഏതോ സെമ്മ് ഞാൻ പാസ്സാവുള്ളൂ, ഇത് ചെയ്താലേ പാസ്സാവുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടത് അപ്പോഴും സെക്കൻഡ് ഒരു ഓപ്ഷൻ ഉപ്പാനുമാനും പറ്റിക്കാനുള്ള. ഞാൻ പറഞ്ഞ് എനിക്ക് കോളേജിൽ നിന്നൊരു ട്രാവൽ മാഗസിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് എനിക്ക് രാജസ്ഥാനിൽ പോകണം. അങ്ങനെ ഉപ്പാനോട് ഉമ്മാനോട് ഒരു 5-8 റുപ്യ വാങ്ങി രാജസ്ഥാനിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ പോകാൻ പറഞ്ഞു. അവൻ്റെ കൂടെ ചാടി കയറി പോയി രാജസ്ഥാനിൽ പോയി. പക്ഷെ പറ്റിച്ചില്ല. രാജസ്ഥാനിൽ പോയി ഞാൻ നല്ല നല്ല ഫോട്ടോസ് എടുത്തു, എൻ്റെ മാഗസിൻ അതന്നെ ആക്കി.
മാഗസിൻ പബ്ലിഷ് ചെയ്തു. അവിടുന്ന് ഓക്കെ കുഴപ്പമില്ലാത്ത അപ്രിസിയേഷൻസ് കിട്ടി. അപ്പോൾ ഓക്കെ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോഷോപ്പ് ഫോർ ദിസ് പ്രൊഫഷണൽ പർപ്പസ് ആ പരിപാടി അപ്പോഴും അറിയില്ല, കറക്റ്റ് അതിൻ്റെ പാത്ത് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയും, ഇങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡ് ഉള്ളത് എന്ന് അറിയുന്നത്. അപ്രിസിയേഷൻ ആണ് നമ്മളൊക്കെ ലൈക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കോന്ന് പറയുന്നത്. അവിടെ ഷാനിൽ വീക്ക് വന്നിട്ട് ഇയാളോട് പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പൊ എൻ്റെ ഇക്കാവും ചങ്ങായിമാരും സെറ്റാന്നുള്ളത്. സ്നേഹ ജംസ്, താങ്ക് യു സ്നേഹ ജംസ്, ഉപ്പാനെ പറ്റിക്കാൻ വേണ്ടി. മിസ് ഇപ്പോ ജർമ്മനിയിലാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊരു സംഭവം എന്താ പറയുക, എനിക്ക് തോന്നിയ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് കിട്ടിയേ, അത് ഭയങ്കര റോ സാധനമാണ്. ലൈക്ക് എന്താ പറയാ, നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ ഒരു പ്രീസെറ്റ്സോ ടെംപ്ലേറ്റ്സോ കഷ്ടപ്പെട്ടിട്ട് തേടി പിടിച്ചതാണ്. ഇതെന്താന്ന് അറിയാൻ വേണ്ടിട്ട് കുറെ തേടി നമ്മള് അങ്ങനെയൊക്കെയാണ് കുടുങ്ങി. ലേഔട്ട് ചെയ്യുന്ന ആളായി, പക്ഷെ ഇതിനെ പറ്റി ഇതുവരെ അറിയില്ല, ചെയ്തേ പറ്റും. അഭിമാന പ്രശ്നമായി, മരിച്ചു പഠിച്ചു, എന്തൊക്കെയോ നോക്കി യൂട്യൂബോ എന്തൊക്കെയോ നോക്കി പഠിച്ച് ഓക്കെ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പറിന്റെ പരിപാടി, ലേഔട്ട് ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കോളേജിൽ നിന്ന് തന്നെ സംഭവിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് ഞങ്ങൾ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, ഒന്നുകിൽ അഡ്വർടൈസിങ് ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ജേർണലിസം ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാം. കുറേ മെജോറിറ്റി ആൾക്കാർ ജേർണലിസം ഫീൽഡിലേക്ക് പോയി, ഒരു മാധ്യമം അങ്ങനത്തെ പ്രസ്സുകളിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഓരൊക്കെ അങ്ങനെ പോയി. എനിക്ക് ആ ഫീൽഡ് താല്പര്യമില്ല. ജേർണലിസം ഫീൽഡ് ഞാൻ രണ്ടാമത്തെ മാഗസിനോട് കൂടി ഞാൻ ജേർണലിസം ഫീൽഡ് വിട്ടു. ഞാൻ താല്പര്യമില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത അഡ്വർടൈസിങ് ആണ്. എനിക്ക് ഈ വരക്കുന്ന പരിപാടിയും അങ്ങനത്തെ കാര്യങ്ങൾ അറിയാലോ. ഫോട്ടോഷോപ്പ് ചെയ്തു, പക്ഷെ വിത്ത് സാറിന്റെ അസിസ്റ്റൻസ്. എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ടൂളൊന്നും അറിയില്ല. എനിക്ക് അത് യൂസ് ആക്കാൻ പേടിയുണ്ടായിരുന്നു, ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഇത് പ്രൊഫഷണൽ യൂസിനാണ് ഞാൻ പഠിച്ചു വെച്ചത്. മാഗസിൻ പ്രിന്റ് ചെയ്യാറ് നമ്മൾ ഡെയിലി ഇരുന്നിട്ട് ഓരോ മാഗസിൻ പ്രിന്റ് ചെയ്യില്ലല്ലോ. ഇതേതോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി. ആ ക്യാൻവ ഭയങ്കര ഫ്രണ്ട്ലിയാ, ക്യാൻവ ഭയങ്കര കളർഫുള്ളും പവർഫുളും കളറും. അവിടെ പോയിട്ട് ഒരു ഡാർക്ക് തീം നടക്കൂല. ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ആ ഒരു മൂഡാണ്. അപ്പം എനിക്കിത് മാഗസിൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫോട്ടോഷോപ്പ് ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ ഇതിന് ശേഷം എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് അഡ്വർടൈസിങ് ഫീൽഡിൽ പോയാൽ മതി. രണ്ട് ഓപ്ഷനുള്ളൂ, അതിൽ അഡ്വർടൈസിങ് പോയാൽ മതി. അഡ്വർടൈസിങ്ങിൽ തന്നെ എനിക്ക് ഡിസൈനാണ്, പക്ഷേ ഡിസൈൻ എന്നുള്ള ടേം എനിക്കറിയില്ല. ഡിസൈൻ ഫീൽഡിലേക്ക് എനിക്ക് പോയാൽ മതി, വരക്കുന്ന പരിപാടി അതൊക്കെ ആക്കി പോയാൽ മതി. അങ്ങനെ ഞാനിതിന് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇഷ വിഷ്ണുപ്രിയ എന്നൊക്കെ പറഞ്ഞു. ഇവർ രണ്ടാളും പോയി ചെയ്തു വന്നു. അഡ്വർടൈസിങ് ഫീൽഡിൽ ഇവർ പോയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇവർ ചെയ്തു വന്നു. അപ്പോൾ ഞാൻ ഈ ടേം കേട്ടു, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിന് മുന്നേ കേട്ടിന്, പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അഡ്വർടൈസിങ് ഫീൽഡിൽ അവർ പോയി ചെയ്ത സാധനം ഇതാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഉറപ്പിച്ചു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് ഈ പരിപാടിയുള്ളത്, വരക്കുന്ന പരിപാടിയൊക്കെ അതിലുള്ളത്. അതായത് ഈ ഞാൻ വരക്കുന്ന പരിപാടി ഡിജിറ്റലി ആക്കി അത് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അട്ടർ മണ്ടത്തരം വിശ്വസിച്ചിട്ട് ഇന്റേൺഷിപ്പ് എനിക്ക് അത് മതി പറഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോയ കമ്പനിയിൽ ഒരിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്, ഞാൻ എൻ്റെ ഫ്യൂച്ചർ കാണുന്നതിലാണ്. അവിടെയും ഞാൻ എൻ്റെ അഭിമാനം വെച്ചിട്ട് പണയം വെച്ചിട്ട് ഞാൻ കളിച്ചു. എനിക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എൻ്റെ പാഷൻ ഇതാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഡൗട്ട്, കാരണം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാൾ, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്ന ഒരാൾ പാഷൻ ഇതാണ് അവർക്കറിയാം കൗത്തരാണ്. ഞാൻ ഒന്നും കൂടി ചോദിച്ചു പാഷൻ ഇതാണോ. പിന്നെ ഞാൻ അവിടെ കയറിയത് ഒരു ഹോൾഡ് വെച്ചിട്ട്, എൻ്റെ അളിയനാണ് അവിടുത്തെ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിലെ ഏറ്റവും വലിയ ക്ലയന്റ്. അപ്പോ മൂപ്പര് സജസ്റ്റ് ചെയ്ത അപ്പോൾ അളിയൻ സജസ്റ്റ് ചെയ്താല് അവിടെ അവർക്ക് വേറെ വോയിസ് ഇല്ല, ഒരു എന്തായാലും എന്നെ അഡ്മിറ്റ് ചെയ്യണം, എന്നെ ഡിജിറ്റൽ മാർക്കറ്റ് പഠിപ്പിച്ചു തരും വേണം. എൻ്റെ അടുത്ത് മോശം റിവ്യൂ വേറെ ക്ലയന്റ് പോകും. ഒരു തലയിലായി ഞാൻ കുറേ പ്രാവശ്യം അവിടെയുള്ള മാനേജർമാരൊക്കെ ചോദിച്ചു സീരിയസ്ലി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ വേണ്ടത്. പറഞ്ഞാൽ അതെ എനിക്കിതാണ് വേണ്ടത്. എൻ്റെ ഒരു നോട്ടും പെന്നൊക്കെ ഇട്ട് ഇതിൻ്റെ മുന്നിലിരുന്നു, എന്താണ് സഫാന് വേണ്ടത് ചോദിച്ചു. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടത്. ഓക്കെ അതിൽ ഇന്ന ഫീൽഡുകളുണ്ട്, SEO SMM ഇതൊക്കെ എല്ലാം അത് വേണ്ടത്. കാരണം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ മതി, എല്ലാം അറിയണം, ഫ്രം ദി ബിഗിനിങ് അറിയണം എന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ ഇയാൾ എന്നെ കൊണ്ടുപോയിട്ടൊരു മെറ്റാ ആഡ്സ് റൺ ചെയ്യുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയി ഇരുത്തി. ഇവിടെ ഇരുന്നിട്ട് ഇയാളിങ്ങനെ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഞാൻ ഒരു ദിവസം സഹിച്ചു. ഒരു ദിവസം ഓക്കെ ഞാൻ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയ ദിവസം അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ HR മാനേജർ ഇവരെല്ലാം വന്നിട്ട് ഭയങ്കര കളർഫുൾ മൂഡാണ്. മാർക്കറ്റിംഗ് ഏജൻസി ഹൈലൈറ്റിൽ തന്നെ, കോഴിക്കോട്. ഏജൻസിന്റെ പേര് പറയണ്ട, അടിപൊളി ഏജൻസിയാണ്. ഓക്കെ അങ്ങനെ
ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓക്കെ നല്ല രസമുണ്ട്, വൈബുണ്ട്. പക്ഷെ രണ്ടാം ദിവസം ഇത് തന്നെ മെറ്റാഡർ വന്നിരിക്കുക, മെറ്റാഡർ റൺ ചെയ്യുക. അപ്പൊ എനിക്കൊരു ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച വരക്കലും പരിപാടിയും കളറൊന്നും വരുന്നില്ലല്ലോ. മൂന്നാം ദിവസം മെറ്റാഡർ റൺ ചെയ്യും. ഞാൻ വരും, ഇത് ഫസ്റ്റ് പ്രൊസീജിയർ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതിലേക്ക് പോകാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം ഒരാളെ ചെയ്യുന്നത്. ലൊക്കേഷനൊക്കെ ടാർഗറ്റ് ചെയ്തോ ഈ ലൊക്കേഷനിലേക്കുള്ള ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 2 ദിവസം ഞാൻ ഫുൾ ഡേ വെയിറ്റ് ചെയ്തു, വന്നില്ല. അങ്ങനെ ഇവനും ഒരു ഡൗട്ട് അടിച്ചു. ഇവൻ എന്നോട് ചോദിച്ചു നിനക്ക് ശരിക്കും തന്നെയാണ് ചോദിച്ചു. കാരണം അല്ല ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് പറയണം. അപ്പൊ ഇവൻ പറഞ്ഞു ഓക്കെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്നല്ല, ഇതല്ലാണ്ട് വേറെ SEO ഭയങ്കര സ്കോപ്പുള്ള ഫീലാണ്. ഞാനിപ്പോ നോക്കി SEO. അപ്പൊ അയാൾ പറഞ്ഞു SEO കുറച്ച് പഠിക്കണം. ഞാൻ എവിടെ പോയി ജോയിൻ ചെയ്യേണ്ടത് ചോദിച്ചു. അങ്ങനല്ല, സെൽഫ് ലേൺ ആയാലും മതി, കുറെ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കറക്റ്റ് ഗൈഡൻസ് തന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ഈ SEO ആണ് എനിക്ക് വേണ്ടത്. അതാണ് കൺഫ്യൂഷനാണ്, ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിരിക്കുന്ന ടാബിൾ മൊത്തം ഇങ്ങനെ മെറ്റാഡ്സ് റൺ ചെയ്യുന്ന ആള്, SEO, വെബ് ഡെവലപ്പർ, അങ്ങനെ പോവാം. ടെക്നിക്കൽ ടീമാണ് കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ അപ്പുറം നോക്കി വെബ് ഡെവലപ്മെന്റ് ഒക്കെ അതുമല്ല, എനിക്കിതൊന്നും അല്ല വേണ്ടത്. ഒരു 4 ദിവസം ഞാൻ അവിടെ കഷ്ടപ്പെട്ട് തള്ളി നീക്കി. 5ാമത്തെ ദിവസം ഇന്നെ ഗൈഡ് ചെയ്യുന്ന മെറ്റാഡ്സ് റൺ ചെയ്യുന്ന ആൾ ലീവ് ആയിരുന്നു. എനിക്ക് വേറെ പണിയൊന്നുമില്ല. എൻ്റെ അടുത്ത് ഞാൻ ഡെയിലി ലാപ്പ് കൊണ്ടുപോകുന്നുണ്ട്, ഫേസ്ബുക്ക് ആഡ്സ് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്, തിരിച്ച് വീട്ടിൽ പോകുന്നു, ഈ പരിപാടി തന്നെ. അപ്പം അന്ന് ഇയാൾ ലീവ് ആയതുകൊണ്ട് മാനേജർ വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഓഫീസൊക്കെ ഒന്ന് കണ്ടിട്ട് നടന്നു പറഞ്ഞു. അപ്പൊ ഞാൻ 4ാം ദിവസം 4ാം ദിവസം ഈ ടാബിള് നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ റോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഒരു കവറുണ്ട്, അപ്പുറത്ത് വേറൊരു ടീം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ കറങ്ങി അപ്പുറം പോകുന്നത്. അപ്പുറം പോയപ്പോണ്ട് ഒരാൾ ഇല്ലുസ്ട്രേറ്റേഴ്സ് തുറന്ന് ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് വേണ്ടത് പറഞ്ഞ, ഇതാണ് എനിക്ക് വേണ്ടത് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു, എന്റെ നൈറ്റ് അവിടെ ഇരുന്നു. പിറ്റേന്ന് വന്നിട്ടിരുന്നു. ഇയാളാണ് എന്റെ വീണ് പോയി. ഞാൻ ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ അവിടെ റിയൽ 4 ദിവസം ഞാൻ ഇതിന്റെ വേക്കിലാണ് അട്ടർ മണ്ടത്തര ഇരുന്നുള്ള എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. പറയാൻ പറ്റൂല, കാരണം അഭിമാന പ്രശ്നം. ഞാൻ പാഷനേറ്റ് ഡിജിറ്റൽ മാർക്കറ്ററാണ്. അപ്പൊ എനിക്ക് പറഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് അല്ല, എനിക്ക് അത്യാവശ്യം മനസ്സിലായി, എനിക്ക് തിരിച്ച് കോളേജിൽ പോകണം, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് കോളേജിൽ പോകണം എന്ന് പറഞ്ഞു. 15 ദിവസത്തെ സർട്ടിഫിക്കറ്റ് എനിക്ക് 4 ദിവസം കൊണ്ട് തന്നു. പറഞ്ഞാല് ഡിഗ്രി എന്ത് പ്രശ്നമാകും? കോളേജ് വെച്ചിട്ട് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോയിട്ട് ഞാൻ ഇയാളെ മനസ്സിലായി ഡിസൈൻ ഇതാണെന്നുള്ള മനസ്സിലായി. ഞാൻ അവിടെ ഇരുന്നത് മഹഷൻ എന്ന് പറയുന്ന ഒരു ഡിസൈനർ ആയിരുന്നു. ആളവിടുത്തെ സീനിയർ ഡിസൈനർ ആയിരുന്നു. ഇയാളാണ് ഭയങ്കര ഫാസ്റ്റ് ഇല്ലസ്ട്രേറ്റർ, ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് കളർ ഇതാണ് എനിക്ക് വേണ്ടത്, ഈ പരിപാടിയാണ് എനിക്ക് വേണ്ടതെന്നുള്ള റിയലൈസേഷൻ കിട്ടി. ഇയാളെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തപ്പിയപ്പോൾ അതിൽ കുറെ ബ്രാൻഡിങ് പ്രൊജക്റ്റുകൾ. പെർഫെക്റ്റ്, ഇതാണ് എൻ്റെ ഫീൽഡ്, കരിയർ ഇതാണ്. ഓക്കെ, അവിടുന്ന് ശരിക്കും റിയലൈസേഷൻ ഉണ്ടായി. തിരിച്ച് കോളേജ് കഴിയാൻ വേണ്ടി ഹിറ്റ് ചെയ്തു, പ്രൊഫഷനിലേക്ക് ഇറങ്ങാൻ. അതൊക്കെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ അത്രയൊക്കെ തന്നെ.